ലോകരാജ്യങ്ങൾ ആകെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ നെഞ്ചിരിപ്പോടെ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രം ഒരു VIP പരിഗണന. ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ ഇന്ത്യ ഞങ്ങളുടെ ചങ്കാണെന്നും ഇന്ത്യൻ കപ്പലുകൾ പൂർണ്ണ സുരക്ഷിതമാണെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലും അമേരിക്കയുമായുള്ള സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യക്ക് ആശ്വാസമാകുന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കിയത്. ഇന്ത്യക്കാരായ സുഹൃത്തുക്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും അവർ സുരക്ഷിതമായ കൈകളിലാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് വ്യാഴാഴ്ച ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ന്യൂഡൽഹിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പാണ് ഇറാൻ നൽകുന്നത്. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന സുപ്രധാന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഫെബ്രുവരി 28-ന് സംഘർഷം രൂക്ഷമായതോടെ ഇവിടെ കപ്പൽ ഗതാഗതം ഇറാൻ കർശനമായി നിയന്ത്രിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവർക്ക് ഇറാൻ പ്രത്യേക ഇളവുകൾ നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ കടലിടുക്കിൽ വരി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് രാജകീയ എൻട്രിയാണെന്ന് ചുരുക്കം. ഇറാന്റെ ഈ സുരക്ഷാ ഉറപ്പുകൾക്കിടയിലും നിലവിലെ ഭാഗികമായിട്ടുള്ള ഉപരോധം ആഗോള ചരക്ക് നീക്കത്തെ ബാധിച്ചിട്ടുണ്ട്. 94,000 ടൺ LPGയുമായി വന്ന BW TYR, BW ELM എന്നീ 2 കപ്പലുകൾ ഉൾപ്പെടെ 8 ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി ഈ മേഖല ഇതിനോടകം കടന്നുപോയി. എങ്കിലും ഇന്ത്യയിലേക്ക് വരുന്ന LPG, ക്രൂഡ് ഓയിൽ, LNG എന്നിവ വഹിക്കുന്ന 19ഓളം കപ്പലുകൾ നിലവിൽ അവിടെ കാത്തുകിടപ്പുണ്ട്. ഇതിൽ 10 വിദേശ കപ്പലുകളാണ്. ഇന്ത്യൻ പതാക വഹിക്കുന്ന 3 LPG ടാങ്കറുകൾ, ഒരു LNG കാരിയർ, 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ, ഇതിനു പുറമെ LPG നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലി ടാങ്കർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ആകെയുള്ള 500ഓളം കപ്പലുകളാണ് ഈ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണെങ്കിലും ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല എന്ന ഉറപ്പാണ് ഇറാൻ നൽകുന്നത്. ലോകശക്തികൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോഴും നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ വില എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇറാന്റെ ഈ സൗഹൃദ സന്ദേശം. ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കിടയിൽ ലഭിച്ച ഈ സുരക്ഷിത ഇടനാഴി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വിജയം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.